ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകളെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. രേഖകളുടെ വലിയ ശേഖരം. 2026 ജനുവരിയിൽ ഏകദേശം 30 ലക്ഷത്തിലധികം പുതിയ രേഖകളാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് DOJ പുറത്തുവിട്ടത്. ഇതിൽ 2000 വീഡിയോകളും 1.8 ലക്ഷം ചിത്രങ്ങളും ഉൾപ്പെടുന്നു. രേഖകൾ പുറത്തുവിട്ടപ്പോൾ കൃത്യമായ പരിശോധന നടക്കാത്തതിനാൽ 30 ഇരകളുടെ പേരും വിവരങ്ങളും പരസ്യമായി. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനെക്കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ ഈ ഫയലുകളിലുണ്ട്. എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപ് സന്ദർശിച്ചോ എന്നതിനെക്കുറിച്ച് 2016 എപ്സ്റ്റീനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകാൻ വിസമ്മതിച്ചിരുന്നു. നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരും ആയിരക്കണക്കിന് തവണ രേഖകളിൽ വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിനെതിരെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതിന് തെളിവുകളില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ലോകസമ്പന്നനായ ഇലോൺ മസ്കും എപ്സ്റ്റീനും തമ്മിലുള്ള ഇമെയിൽ സംഭാഷണങ്ങൾ പുറത്തുവന്നു. എപ്സ്റ്റീന്റെ ദ്വീപിലെ പാർട്ടിയെക്കുറിച്ച് മസ്ക് ചോദിക്കുന്നതായി ഇതിൽ കാണാം. എന്നാൽ മസ്ക് ഇത് നിഷേധിച്ചിട്ടുണ്ട്. രഹസ്യമകൻ. എപ്സ്റ്റീന് ഒരു രഹസ്യമകനുണ്ടെന്ന തരത്തിലുള്ള ചില ഡയറി കുറിപ്പുകളും ഇമെയിലുകളും ഫയലിലുണ്ട്. എന്നാൽ ഇതിന് DNA തെളിവുകളൊന്നുമില്ല. 2007 കേസ് അട്ടിമറിക്കപ്പെട്ടു. 2007 തന്നെ എപ്സ്റ്റീനെതിരെ വലിയ ചാർജ് ഷീറ്റ് തയ്യാറാക്കിയിരുന്നെങ്കിലും അത് ഫയൽ ചെയ്തിരുന്നില്ല. അന്ന് കടുത്ത നടപടിയെടുത്തിരുന്നെങ്കിൽ പല കുറ്റകൃത്യങ്ങളും ഒഴിവാക്കാമായിരുന്നു എന്ന് ഫയലുകൾ സൂചിപ്പിക്കുന്നു. ഉയർന്ന സ്വാധീനം. രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ, രാജകുടുംബാംഗങ്ങൾ എന്നിവരുമായി എപ്സ്റ്റീൻ എങ്ങനെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. പുതിയ കേസുകളില്ല. ഇത്രയധികം വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും പുതിയ ക്രിമിനൽ കേസുകൾ ആർക്കെതിരെയും എടുക്കാൻ സാധ്യതയില്ലെന്ന് നീതിന്യായ വകുപ്പ് അറിയിച്ചു. ബിൽ ഗേറ്റ്സ് ഒരു ഓസ്ട്രേലിയൻ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ അദ്ദേഹം ശക്തമായി നിഷേധിച്ചു. തന്റെ ഫൗണ്ടേഷന്റെ ആഗോള ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എപ്സ്റ്റീനുമായി ബന്ധം നിലനിർത്തിയതെന്നും എന്നാൽ അത് വലിയൊരു തെറ്റായിപ്പോയി എന്ന് താനിപ്പോൾ ഖേദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.